അപ്പൊ വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തില് 55 മുതൽ 70% വെള്ളമായിരിക്കണം. ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ 60%. അപ്പൊ 60% രോഗം മാറ്റാൻ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? ഹലോ, കേൾക്കാതിരുന്നത് എഴുതിയാൽ മതി. വെള്ളം കുടിച്ചാൽ വെള്ളം കുടിക്കാറുണ്ടോ? എത്ര ലിറ്റർ വെള്ളം കുടിക്കും ദിവസം? എന്ന് ഞാൻ അനുഗ്രഹിക്കും. എനിക്ക് അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കുടിക്കാറൊന്നുമില്ല. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ഇവിടെ കുറെ പേര് അവരെ മുഖം കണ്ടാൽ കഴിഞ്ഞ 7 ദിവസമായിട്ട് വെള്ളം കുടിക്കാത്തവരുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ദഹനം നന്നാവും. ദഹന സംബന്ധമായ 9 അസുഖങ്ങൾ, നെഞ്ചരിച്ചില്, പുളിച്ചുതകട്ടല്, മലബന്ധം, ഗ്യാസ് ട്രബിൾ, അൾസർ, അൾസറേറ്റീവ് കൊളിറ്റിസ്, മൂലക്കുരു, ഫിസ്റ്റുല, ഹെർണിയ, ഈ 9 അസുഖത്തിന് ഒറ്റ വാക്കിൽ നമ്മൾ പറയും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഡിസോർഡർ. വെള്ളം കുടിക്കാറുണ്ടോ? കുടിക്കാറുണ്ട്. ആണുങ്ങൾ പിന്നെയും വെള്ളം കുടിക്കും, സ്ത്രീകൾ തീരെ കുടിക്കില്ല. എന്താ കാരണം? നിങ്ങൾ ആരും പറയാതെ ചോദിച്ചവർ മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് പോവാണ് നമ്മൾ. പറയും, ആണുങ്ങൾ പിന്നെയും വെള്ളം കുടിക്കും, സ്ത്രീകൾ തീരെ കുടിക്കില്ല. പറയും, എന്താ തന്റെ പേര്? മിനി. പറയും, എന്താ വെള്ളം കുടിക്കാത്തതിന്റെ കാരണം? എന്താടോ കാരണം? വെള്ളം കുടിച്ചാൽ മൂത്രം ഒഴിക്കേണ്ടി വരും. പറയാൻ തീർന്ന മടി. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കേണ്ടി വരും. സമയാസമയങ്ങളിൽ കൃത്യമായി മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ഒരു സംവിധാനം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, യുവതികൾക്ക്, ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക്, സ്കൂളിൽ പോകുന്നവർക്ക്, കോളേജിൽ പോകുന്നവർക്ക് ഇല്ലാത്തതിനാൽ അവർ വെള്ളം കുടിക്കാതിരിക്കുകയും മലമൂത്ര വിസർജനത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യും. ശരിയാണല്ലോ? അതാ ശരി.